بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ രഹസ്യ ജീവിതത്തിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ പിറന്നിട്ട് 18 രാപ്പകലുകളായി. വിശുദ്ധ റമദാനിന്റെ 3-ാമത്തെ ജുമുഅ ദിവസത്തിലാണ് നാം ഉള്ളത്. ഇനി ഈ റമദാനിൽ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു വെള്ളിയാഴ്ച മാത്രമാണ്. പരിശുദ്ധ റമദാനിന്റെ ആദ്യ ഭാഗവും മധ്യഭാഗം ഇതാ 2 ദിവസം കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സുദിനങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. റമദാൻ ഓരോ രാപ്പകലുകൾ പിന്നിടുമ്പോഴും നമുക്ക് റമദാനിന്റെ പോരിശ കുറയുമെങ്കിലും റമദാനിൽ ഒരിക്കലും പോരിശ കുറയുന്നില്ല. തുടക്കത്തിലുള്ള ആവേശം പല ആളുകളിലും പിന്നീട് അങ്ങോട്ട് കാണണമെന്നില്ല. പള്ളികൾ കാലിയാവുക, ചൂട് കൂടുതലാണ് എന്ന അഭിപ്രായം പറയുക, തറാവീഹ് നമസ്കാരത്തിന് ആളുകൾ കുറഞ്ഞു വരിക, സുബഹി ജമാഅത്തിന് ആളുകൾ കുറഞ്ഞു വരിക, ഖുർആൻ ഓതുക തുടങ്ങിയ നന്മയുടേതായ മേഖലകളിലുള്ള താല്പര്യം കുറഞ്ഞു ഇനി അവസാനത്തെ 10ലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിന്റെ മൈൻഡായി, ഡ്രസ് എടുക്കലായി, പർച്ചേസിംഗ് ആയി, ശരിക്ക് റമദാനിലങ്ങ് വിട്ടുകൊണ്ട് ദുനിയാവിന്റെ പിന്നിലേക്ക് നമ്മൾ പോയി തുടങ്ങും പല ആളുകളും. എന്നാൽ പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ രാപ്പകലുകളാണ് പരിശുദ്ധ റമദാനിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റമദാനിന്റെ തുടക്കത്തിൽ ഞാനും നിങ്ങളും കാണിച്ച ആവേശവും താല്പര്യവും അഭിനിവേശവും എത്രയാണോ അതിനേക്കാളൊക്കെ ഇരട്ടി താല്പര്യം കാണിക്കേണ്ട, ആവേശം കാണിക്കേണ്ട പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും പുണ്യമേറിയ സുദിനം
ദിനങ്ങളാണ് ഇനി നമ്മിലേക്ക് വരാനുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ അവസാനമായി കഴിഞ്ഞാൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി എന്തായിരുന്നു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചക പത്നിയായ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യജ്തഹിദു, അവിടുന്ന് കഠിനമായി പരിശ്രമിക്കുമായിരുന്നു, ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 ദിവസങ്ങളിൽ, മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, അതല്ലാത്ത ദിവസങ്ങളിൽ, അഥവാ റമദാനിന്റെ ആദ്യത്തും നടുവിലത്തെ 10, ആദ്യത്തെ 20 ദിവസം എത്രമാത്രം നന്മ ചെയ്യാനുള്ള കഠിനമായ പരിശ്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചുവോ അതിനേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചത് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളാണ്. കാരണം അത്രയേറെ പുണ്യമേറിയ സുദിനങ്ങളാണ് റമദാനിന്റെ അവസാനത്തെ 10 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ ആവേശം കുറയാൻ പാടുണ്ടോ? ഇല്ല. പള്ളിയിലേക്ക് വരുന്നതിൽ മടി വരാൻ പാടുണ്ടോ? ഇല്ല. റമദാനിന്റെ തുടക്കത്തിലും നടുവിലെ തപ്പത്തിലും 20 ദിവസം കൊണ്ട് ചെയ്തു കൂട്ടിയ അമലുകൾ എത്രയാണോ അതിനേക്കാൾ ഇരട്ടി 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 അമലുകൾ ഈ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടേണ്ടതുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ 10 ദിവസമായാൽ, അവസാനത്തെ 10ലേക്ക് പ്രവാചകൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്റെ രീതി എങ്ങനെയാണ്? അഹ്യൽ ലൈല, അവിടുന്ന് രാത്രിയെ ജീവിപ്പിക്കുകയാണ്. രാത്രിയിൽ ഉറങ്ങല വേണ്ടത്. എന്തോ ഒരു ചൂടാണ്, എന്തോ ഒരു ക്ഷീണമാണ്, നോമ്പ് തുറന്ന് ആകെ ക്ഷീണമാണ്, തലവേദനയാണ്, വയറിന് സുഖമില്ല, വയറ്റിന് നന്നായിട്ട് പോകുന്നില്ല, കാലിന് വേദനയുണ്ട്, അതുപോലെ അവിടെ ഇവിടെയൊക്കെ ഉടുക്കുന്നുണ്ട്, ഇനി നിൽക്കാൻ വയ്യ, തറാവീഹ് നിസ്കാരത്തിൽ എത്താൻ വയ്യ എന്നും പറഞ്ഞ് വീട്ടിൽ പോയി AC ഇട്ട് സുഖമായി കിടന്നുറങ്ങുന്നവരെ റമദാനിന്റെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാനുള്ള 10 അല്ല, നേരെ മറിച്ച് പ്രവാചകന്റെ രീതി എങ്ങനെയാണ്? അഹ്യൽ ലൈല, അവിടുന്ന് രാത്രിയെ ജീവിപ്പിക്കുകയാണ്. രാത്രിയെ ജീവിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ മറിച്ചാൽ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗങ്ങളിൽ ഇബാദുർ റഹ്മാൻ എന്നൊരു വിഭാഗത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ പ്രത്യേകതയായ ഖുർആൻ പറയുകയാണ്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, വല്ലദീന യാതൊരു കൂട്ടരാണ്, യബീതൂന അവർ രാത്രിച്ചു കൂട്ടുന്നവരാണ്, അഥവാ അവരുടെ രാത്രി അവർ മാറ്റിവെക്കുകയാണ്, ലിറബ്ബിഹിം അവരുടെ റബ്ബിന് വേണ്ടി. എങ്ങനെയാണ് രാത്രി അവർ മാറ്റിവെക്കുന്നത്? സുജ്ജദൻ വഖിയാമാ, സുജൂദിലായി ഖിയാമിലായി. സുജൂദും ഖിയാമും നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി സുജൂദിലായി ഖിയാമിലായി രാത്രി മാറ്റി വെക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ. നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളായ ആളുകളെ പറ്റി പറയുകയാണ്. അല്ലാഹു പറയുകയാണ്, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. വിശ്വാസികൾ, സ്വർഗ്ഗവാസികൾ, മുത്തഖീങ്ങളായ ആളുകൾ രാത്രി വളരെ കുറച്ച് മാത്രമാണ് അവർ ഉറങ്ങാറുള്ളത്. രാത്രി മുഴുവൻ അവർ ഉറങ്ങുകയല്ല. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ,
റുക്കൂയിലേക്ക് നമ്മൾ പോയി, അത് കഴിഞ്ഞ് വീണ്ടും ഖിയാമിലേക്ക് തിരിച്ചു വന്ന് ആ ഖിറാഅത്ത് നമ്മൾ വീണ്ടും തുടർന്ന് പാരായണം ചെയ്യുമ്പോൾ നാം ഓതുന്ന ഒരു ആയത്തുണ്ട്, തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅ. അവരുടെ പാർശ്വഭാഗങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങൾ, അവരുടെ കിടപ്പ് സ്ഥാനങ്ങളെ വിട്ട് താഴെ പൊന്തി വരികയാണ്. അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. യഥാർത്ഥമായ വിശ്വാസികളെ പറ്റി പറയുകയാണ് ഖുർആൻ. അവരുടെ ശരീരം അവരുടെ കിടപ്പറകളിൽ നിന്ന് അകന്നു പോരുന്നതാണ്. എന്തിനാണ്? യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅ. തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യാൻ ഖൗഫും തമഅും ഉണ്ടായിരിക്കും. പേടിയുണ്ടാവും, പ്രതീക്ഷ ഉണ്ടാവും, ഭയവും ആശയും. അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, നരകത്തെ കുറിച്ചുള്ള ബേജാറ്, സ്വർഗത്തെ കുറിച്ചുള്ള പ്രതീക്ഷ. അങ്ങനെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി അവരുടെ കിടപ്പറകളിൽ നിന്ന് വിശ്വാസികളായ ആളുകളുടെ പാർശ്വഭാഗങ്ങൾ അവരുടെ കിടപ്പ് സ്ഥാനങ്ങളെ വിട്ട് അകന്നു പോകുമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. അപ്പൊ റമദാനിലെ അവസാനത്തെ പത്തി എന്തിനുള്ളതാ? ഒരാളും അറിയാതെ പോകരുത്. ഈ നിലക്കായിരിക്കണം ഇനി വരുന്ന റമദാനിന്റെ അവസാന നിമിഷം വരെ, ശവ്വാലം പിടിക്കാറുന്നത് വരെ എന്റെയും നിങ്ങളുടെയും രാത്രി അഹ്യൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കുക. ഒറ്റക്കല്ല, പിന്നെയോ പ്രവാചകന്റെ ശൈലി എങ്ങനെയാണ്? ആയിഷ ബീവി പറയുകയാണ്, വഅരിഖറ അഹ്ലഹു, തന്റെ വീട്ടുകാരെയെല്ലാം വിളിച്ചുണർത്തുക, കുടുംബസഹിതം, ഫാമിലി അടക്കം രാത്രിയെ ജീവിപ്പിക്കുന്നവരായി മാറണം. ഇവിടെ കല്യാണത്തിന് പോകുമ്പോ, പെരുന്നാൾ ഡ്രസ് എടുക്കാൻ പോകുമ്പോ, പർച്ചേസിങ്ങിന് പോകുമ്പോ, നോമ്പ് തുറക്ക് പോകുമ്പോ, വിരുന്നിന് പോകുമ്പോ, എല്ലാവർക്കും പോകുമ്പോ ഫാമിലി കൂടെ ഉണ്ടാവും. പള്ളിയിൽ വരുമ്പോഴോ, തറാവീഹ് വരുമ്പോഴോ, ജുമാഅത്ത് വരുമ്പോഴോ, ഈത്തികാഫിന് വരുമ്പോഴോ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോഴോ കുടുംബം കൂടെയുണ്ടോ? പ്രവാചകന്റെ രീതിയാണ് അഹ്യൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കുന്നു. വഅരിഖറ അഹ്ലഹു, തന്റെ വീട്ടുകാരെ എല്ലാം വിളിച്ചുണർത്തുകയാണ്, എല്ലാവരെയും കൂട്ടുകയാണ്. എന്നിട്ട് വജദ്ദ, ശക്തമായിട്ട് അവരുടെ പരിശ്രമിക്കുകയാണ്. വശദ്ദൽ മിസ്റാ, തന്റെ അരയുടുപ്പ് മുറുക്കിയെടുത്തുകൊണ്ട്, അതൊരു പ്രയോഗമാണ്. അരയുടുപ്പ് മുറുക്കിയെടുത്തുകൊണ്ട് ഇബാദത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നു. ആര്? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെയും കൂട്ടിയിട്ട് എങ്ങോട്ട് പോകണം? നമ്മള് എങ്ങോട്ട് പോകണം? വലിയ വലിയ മാളുകളിലേക്കല്ല, കുടുംബത്തെ കൂട്ടിയിട്ട് പോകേണ്ടത് പള്ളിയിലേക്ക്. സഹോദരങ്ങളെ, 12 മാസം നമ്മൾ എല്ലാവരും കുടുംബത്തെയും കൂട്ടി വീട്ടിൽ കിടന്നുറങ്ങിയവരാണ്. എന്നാൽ ഭാര്യയെ കൂട്ടി, മക്കളെ കൂട്ടി, സഹോദരങ്ങളെ കൂട്ടി, മാതാപിതാക്കളെ കൂട്ടി, വീട് പൂട്ടിയിട്ടുകൊണ്ട് പള്ളിയിലേക്ക് ഒഴുകി വരാൻ, ഫാമിലി അടക്കം അല്ലാതെ പള്ളിയിൽ വന്നിരിക്കാൻ ഈ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമുക്ക് കഴിയും. അതാണ് പ്രവാചകന്റെ ശൈലി. പള്ളിയിലേക്ക് ഒഴുകണം ആളുകൾ. പള്ളിയിൽ വന്ന് ഇരിക്കുക, ഭജനമിരിക്കുക, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, ഖിയാമുൽ ലൈൽ നമസ്കാരം നിർവഹിക്കുക. ഇങ്ങനെ കുടുംബസഹിതം പള്ളിയിലേക്ക്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദി, ഹൃദയം പള്ളിയുമായി കൂട്ടിയിണക്കപ്പെട്ട വ്യക്തികൾ, അവരാണ് അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് കേരളത്തിൽ ചൂട് 40 കടന്നു. എത്ര ശക്തമായ ചൂടാണ്! ഈ ചൂടെല്ലാം നരക തീയുടെ ഒരംശം മാത്രമാണ്. ഇതിന്റെ എത്ര 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 ഇരട്ടി ചൂടായിരിക്കും സഹോദരങ്ങളെ പരലോകത്ത്. ഇന്ന് എത്രയോ മൈലുകൾക്ക് അപ്പുറത്താണ് സൂര്യൻ. നാളെ വിധാരണയുടെ സുദിനത്തിൽ ആ സൂര്യനെ തലക്ക് മുകളിൽ ഒരു ചാലിന് മുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് നിർത്തുമെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പൊ എന്തായിരിക്കും ചൂട്? ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിന്റെ തണലിട്ട് നൽകി ആദരിക്കുന്ന ഒരു വിഭാഗന്മാരാണ് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാ
മറിയം ബീവി താമസിച്ചത് എവിടെയാ? പള്ളിയിലാ. മറിയം ബീവി കിടന്നുറങ്ങിയത് എവിടെയാണ്? പള്ളിയിലാണ്. മറിയം ബീവി നമസ്കരിച്ചത് എവിടെയാണ്? പള്ളിയിലാണ്. ഏതാണ് ആ പള്ളി? അതാണ് ബൈത്തുൽ മുഖദ്ദസ്, ഖുദ്സ്. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം തേടിക്കൊണ്ട് യാത്ര പോകരുത് ഇസ്ലാം പറഞ്ഞ ലോകത്ത് പള്ളികളുടെ കൂട്ടത്തിൽ 3ാം സ്ഥാനമുള്ള ഫലസ്തീനിന്റെ മണ്ണിലുള്ള മസ്ജിദുൽ അഖ്സ അഥവാ ബൈത്തുൽ മുഖദ്ദസ്. ആ പള്ളിയുടെ പരിപാലനത്തിനായി പള്ളിയിലേക്ക് നേർച്ചയാക്കി മറിയം ബീവിയുടെ മാതാപിതാക്കൾ മറിയം ബീവി ഗർഭത്തിലായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ, അഥവാ മറിയമിന്റെ മാതാവ് മറിയമിനെ ഗർഭം ചുമക്കുന്ന അവസ്ഥയിൽ തന്നെ അങ്ങനെ പ്രസവിച്ചു. കുട്ടി പെണ്ണായി പോയി. നേർച്ച നിറവേറണം. പള്ളിയിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അടുത്ത ബന്ധുവാണ്. മറിയം ബീവിയുടെ സംരക്ഷണം ഏറ്റെടുത്തത് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയായിരുന്നു. മറിയം ബീവി നിസ്കരിച്ചതും കിടന്നുറങ്ങിയതും പള്ളിയില. പെണ്ണിന് പള്ളി പാടില്ല എന്ന് പറയുന്നവർ മറിയം ബീവിയുടെ ചരിത്രം ഓതിക്കാൻ മതി. ഖുർആനിൽ ഒരു അധ്യായം തന്നെ, വിശുദ്ധ ഖുർആനിലെ 19ാം അധ്യായത്തിന്റെ പേര് തന്നെ മറിയമെന്ന. വദറബല്ലാഹു മതലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ വമറിയം ഇബ്നത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ. ഖുർആൻ വിശ്വാസികളായ ആളുകൾക്ക് 2 പേരെ ഉദാഹരണമായി എടുത്തു കാണിച്ചത് ഒന്ന് ഫിർഔനിന്റെ ഭാര്യയാണ്, മറ്റൊന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. ഏതൊരു പെണ്ണും മനസ്സിലാക്കണം, മറിയമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണെന്നറിയോ? യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅർ റാകിഈൻ. ഹേ മറിയമേ, നീ ഖുനൂത്തുള്ളവളായിരിക്കണം, അടുക്കവും ഒതുക്കവും ഭക്തിയുള്ളവളായിരിക്കണം. നീ റുകൂഅ ചെയ്യണം, നീ സുജൂദ് ചെയ്യണം. ആരുടെ കൂടെ? മഅർ റാകിഈൻ. റുകൂഅ ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെ മറിയമേ നീ റുകൂഅ ചെയ്യുക. ഖുർആനിൽ എന്ന് പറഞ്ഞതാ. റാകിഈൻ എന്ന് പറഞ്ഞാൽ റുകൂഅ ചെയ്യുന്ന പുരുഷന്മാരാണ്. അവരുടെ കൂടെ നീ റുകൂഅ ചെയ്യുക. അപ്പൊ ഈ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 നമ്മൾ തീരുമാനിക്കണം, ഇപ്പോ ഈ പള്ളിയിൽ ഇരുന്ന് മനസ്സുകൊണ്ട് ഞാൻ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം, ഞാൻ എന്റെ കുടുംബത്തെ കൂട്ടി എന്റെ വീട് കൂട്ടിയിട്ട് ഒരു 10 ദിവസം അല്ലാഹുവിന്റെ ഭവനത്തിൽ ഞാൻ കിടന്നുറങ്ങും, ഞാൻ വന്ന് ഇത്തിഖാഫിരിക്കും. ബാക്കി 365 ദിവസത്തിൽ ഈ 10 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വീട്ടിൽ കിടന്നുറങ്ങുന്നവരാണ് നമ്മൾ പറയുന്നത്. സ്ഥലം മാറി കിടന്ന ഉറക്കം കിട്ടൂല, ഉറങ്ങണ്ട, പള്ളിയിൽ വരുന്നത് ചോദിക്കോ, പ്രാർത്ഥിച്ചോ, ഇത്തിഖാഫിരുന്നോ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഇത്തിഖാഫിരിക്കാൻ വരുന്നു. എങ്ങനെ? ആയിഷ ബീവിയിൽ നിന്ന് ഇമാം ബുഖാരിയും തുർമുദിയും അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അന ആയിഷ റളിയല്ലാഹു അൻഹ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ. റമദാനിന്റെ അവസാനത്തെ 10 ദിവസമായാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിഖാഫിരിക്കുകയാണ്. ഹത്താ ഖബറഹുല്ലാഹ്, മരിക്കുന്നത് വരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ റൂഹിനെ പിടിക്കുന്നത് വരെ എല്ലാ റമദാനിന്റെ അവസാന 10 ദിവസം പ്രവാചകൻ വന്ന് പള്ളിയിലിരിക്കും. സുമ്മ അതഖഫ അസ്വാജുഹു മിൻ ബഅദിഹി. പ്രവാചകന്റെ മരണശേഷം പോലും പ്രവാചകന്റെ ഭാര്യമാരും പള്ളിയിൽ വന്നിരുന്നു. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇരുന്നു, പ്രവാചകന്റെ കൂടെ ഇരുന്നു. പ്രവാചകന്റെ വഫാത്തിന് ശേഷവും ലോകത്തവരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരായ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത്, ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത്, നമ്മുടെ ഉമ്മ പ്രവാചകന്റെ ഭാര്യമാർ.
സഹോദരങ്ങളെ, ബാക്കി എല്ലാ ദിവസവും നമ്മൾ ദുനിയാവിന്റെ വയ്യാതെ ഓടി. ഇനി ലാസ്റ്റത്തെ 10 ദുനിയാവിച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ലാതെ ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കോടിക്കണക്കിന് ഉണ്ടാക്കി വെച്ചിട്ട് എന്താ സഹോദരങ്ങളെ കാര്യം? ഇവിടുന്ന് പോകുമ്പോ അവന്റെ അമൽ മാത്രമാണ് അവന്റെ കൂടെ ബാക്കിയാവുക, വേറെ ഒന്നുമില്ല. എത്ര സമ്പന്നനാണെങ്കിലും ഇവിടുന്ന് പോകുമ്പോ എന്താ കൊണ്ടുപോകാൻ പറ്റാ? എന്താ കൊണ്ടുപോകാൻ പറ്റാ? സമ്പാദ്യ മുതലിൽ നിന്ന് അത് മാത്രമല്ല, എപ്പോഴും തന്റെ പുതിയ 3 കഷണം തുണിയല്ലാണ്ട് ദുനിയാവിനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എത്ര ആഭരണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഏത് ലോകറിൽ കൊണ്ടുപോയി വെച്ചിട്ടും കാര്യമില്ല, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് റമദാനാണ് അവസാനത്തെ 10 ദുനിയാവ് കുറഞ്ഞാലും ആഭരണം കുറയരുത്. ഇത് സ്നേഹത്തോടു കൂടിയാ പറയാം. നിങ്ങൾ വിചാരിക്കുമോ മൂപ്പർക്ക് മിമ്പറിനെ പോലെ അങ്ങനെയൊക്കെ പറയാം, നമുക്കിപ്പോ എന്തെങ്കിലും കച്ചവടം ചെയ്തിട്ട് വേണം. സഹോദരങ്ങളെ, കുറഞ്ഞോട്ടെ, ദുനിയാവ് കുറഞ്ഞോട്ടെ, എന്നാലും ഈ റമദാനിന്റെ അവസാനത്തെ 10 ദിവസം എനിക്ക് ആഭരണം കുറയാൻ പാടില്ല. നമ്മൾ ആഗ്രഹത്തിനെ പ്രതീക്ഷിച്ചാൽ ദുനിയാവ് നമ്മുടെ കയ്യാലെ വരും. നമ്മൾ ദുനിയാവിനെ മാത്രം പ്രതീക്ഷിച്ച് ഓടിയാൽ എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. ദുനിയാവിൽ എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിലക്കി. ദുനിയാവിനോടെല്ലാം പ്രവാചകന് സുഹൃത്. റമദാനിന്റെ അവസാനത്തെ 10 ദിവസമായാൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുമായിരുന്നു, നിങ്ങളുടെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം. റമദാനിന്റെ അവസാനത്തെ 10 ആയാൽ നിങ്ങളുടെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഫാമിലി അടക്കം പള്ളിയിൽ വന്നിട്ട് ഇത്തികാഫിരിക്കാം. 27 രാവിലെ പാടത്തേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ ഈ സമുദായത്തെ അവർ പിഴപ്പിക്കുകയാണ്, വഴിതെറ്റിക്കുകയാണ്. ഇത്രയും പോലീശയുള്ള ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടുത്തുകയാണ്. ഇത്തികാഫിരിക്കേണ്ടവിടെ പള്ളിയിലാണ്, വീട്ടിലല്ല, പാടത്തല്ല, മൈതാനത്തല്ല. 27 രാവിലെ സ്വലാത്ത് വാർഷികം എന്ന് പറഞ്ഞ് വിശാലമായ പാടത്തേക്ക് എല്ലാവരെയും വിളിച്ചുകൊണ്ടുപോയി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്ത് തെല്ലിപ്പിച്ച് അതെല്ലാം ഇവിടുത്തെ ഇൻസ്റ്റാഗ്രാം വഴി അതല്ലെങ്കിൽ വാട്സാപ്പ് വഴി മദീനത്തേക്ക് സ്വലാത്ത് കയറ്റിയേക്കാം. ഈ കാലഘട്ടത്തിലും ഇതിന്റെ പിന്നാലെ കൂടുന്ന മനുഷ്യന്മാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. എന്നിട്ട് ഓരോരുത്തരോടും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എത്രയാണോ അതിന് ഇത്ര രൂപ നിങ്ങൾ ഓഫർ ചെയ്യുക. ഈ ജാതി വലിയ ചൂഷണം പരിശുദ്ധ റമദാനിന്റെ 27 രാവിലെ വരെ നമ്മുടെ നാട്ടിൽ നടന്നു വരികയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പള്ളിയിൽ വന്നിരിക്കണം. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് എന്തായി ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായമാണ്, ആമുഖമായി ഞാൻ ഓതി വെച്ച അധ്യായമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. തീർച്ചയായും ഈ ഖുർആനിനെ നാം ലൈലത്തുൽ ഖദ്റിലാണ് അവതരിപ്പിച്ചത്. അപ്പൊ ഖുർആൻ ഇറങ്ങിയത് ശഅബാൻ 15-നല്ല, ബറാത്ത് രാവിലല്ല, ലൈലത്തുൽ ഖദ്റിലാണ്. മറ്റൊരു ആയത്ത് എന്താ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. തീർച്ചയായും ഈ ഖുർആനിനെ നാം ഇറക്കിയത് ലൈലത്തുൽ മുബാറകയിലാണ്, അനുഗ്രഹീതമായ രാത്രിയിലാണ്. അവിടെ പറഞ്ഞു ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാത്രി. ഇവിടെ പറഞ്ഞു ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ അഥവാ നിർണയത്തിന്റെ രാത്രി. മറ്റൊരു സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണ്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഈ ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാത്രി എന്ന് പറഞ്ഞാൽ അതാണ് ലൈലത്തുൽ ഖദ്ർ, നിർണയത്തിന്റെ രാത്രി. ആ രാത്രി എവിടെയാണ്? റമദാനിലാണ്. അപ്പൊ ഖുർആൻ ഇറങ്ങിയ മാസം അതാണ് റമദാൻ മാസം. എപ്പോ? ലൈലത്തുൽ ഖദ്റിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത്. ഖുർആൻ ഇറങ്ങിയ രാത്രി അതാണ് ലൈലത്തുൽ ഖദ്ർ. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. 1000 മാസം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാ നമ്മുടെ ആയുസിന്റെ മോളിൽ പോയില്ലേ? 83 വർഷമാണ്. 83-ൽ ചില്ലാണ്. 83 വർഷവും 4 മാസവും. അതാണ് 1000 മാസം
എന്റെ നമസ്കാരം, എന്റെ ഖുർആൻ പാരായണം, എന്റെ ഇത്തികാഫ്, എന്റെ പ്രാർത്ഥന, എന്റെ പാപമോചനം ലൈലത്തുൽ ഖദറിന്റെ സമയവുമായി ഒത്തുവന്നാൽ 83 ചില്ലാനും വർഷം ഇബാദത്തിൽ ഏർപ്പെട്ട കൂലി ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാം. അതാണ് ലൈലത്തുൽ ഖദർ. അത് റമദാനിലാണ്, റമദാനിന്റെ അവസാന പത്തിലാണ്. അതിൽ തന്നെ റമദാനിന്റെ അവസാനത്തെ പത്തില് ഒറ്റ രാത്രികളിലാണ്. സുബ്ഹാനല്ലാഹ്. ഈ ലൈലത്തുൽ ഖദർ എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ട പിന്നെ എന്തിനായിരുന്നു സഹോദരങ്ങളെ റമദാൻ? എന്തിനായിരുന്നു? അതുകൊണ്ട് റമദാനിന്റെ അവസാനത്തെ പത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ളതല്ല, പള്ളിയിൽ വന്നിരിക്കാനുള്ളതാണ്. ഒറ്റ രാവ് 21, 23, 25, 27, 29 ഒറ്റ രാവുകളിൽ പ്രതീക്ഷിക്കുക. ഇന്ന ദിവസമാണ് ചിലർ ഉറപ്പിച്ചു പറയൂ, അതിന് വ്യക്തമായ തെളിവില്ല. ചിലർ പറയാ 21 ചിലർ പറയാ 25, ചിലർ പറയാ 27. 27 രാവിലൊക്കെ പള്ളിയിൽ എന്തോ ഒരു തിരക്കായിരിക്കും. എല്ലാവരും വന്ന് അന്ന് ലൈലത്തുൽ ഖദർ വാങ്ങിയൊക്കെ പോവാൻ. അതിന് മുമ്പ് പള്ളിയിലാണില്ല, അതിന് ശേഷം പിന്നെ ഒരു മനുഷ്യനുമില്ല. ലൈലത്തുൽ ഖദർ വാങ്ങിയിട്ട് പോവാണ്. ഇതങ്ങനെ പള്ളിയിൽ വന്നാല് പള്ളിയിലെ കമ്മിറ്റിക്കാര് സെക്രട്ടറി ഇങ്ങനെ സ്ലിപ്പ് കൊടുക്കണ പോലെ ഇങ്ങനെ ചീട്ട് കൊടുത്തു പറഞ്ഞ സാധനം ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്ന് ആദ്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തു. പിന്നെ അത് മറപ്പിച്ചു കളഞ്ഞു. അല്ലാഹു ഇന്ന ദിവസമാണെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നില്ല. പറഞ്ഞു തരാതിരുന്നത് പോലെ കൈറല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. പറഞ്ഞു തന്നാലോ ആ ദിവസം മാത്രം നമ്മൾ എല്ലാവരും വരും, പ്രാർത്ഥിക്കും, നിസ്കരിക്കും, ദാനം ചെയ്യും, ഖുർആൻ ഓതും. അത് കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പള്ളിയിലേക്ക് നമുക്ക് കാണാൻ കഴിയില്ല, തിരിഞ്ഞു നോക്കില്ല. അപ്പൊ ഇന്ന ദിവസമാണെന്ന് പറയാത്തത് കൊണ്ട് റമദാനിന്റെ അവസാനത്തെ 10 ദിവസവും പ്രത്യേകിച്ച് അതിൽ ഒറ്റ രാവുകളിൽ റമദാനിന്റെ അവസാനം വരെ എല്ലാ രാത്രിയും നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇഅ്തികാഫിക്കുന്നു, ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, ദാനങ്ങൾ അധികരിപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇബാദത്തിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കും. ഇനി പറയും നിങ്ങൾ, ലൈലത്തുൽ ഖദർ നമുക്ക് വേണം. അതുകൊണ്ട് റമദാനിന്റെ അവസാനത്തെ 10 രാത്രിയെ ജീവിപ്പിച്ച് പള്ളിയിൽ വന്ന് ഈത്തികാഫിനെ പ്രതീക്ഷിച്ച്. ചില ആളുകളുണ്ട് ഈത്തികാഫിന്റെ പേരും പറഞ്ഞ് വരും, കിടത്തിക്കാഫായിരിക്കും. പരിഹസിക്കുന്നതല്ല. പള്ളിയിൽ വന്നിട്ട് ഊർക്കം വലിച്ച് ഉറങ്ങുക മനുഷ്യനാണ്. പകലൊക്കെ ചിലപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടാവും, നോമ്പിന്റെ ക്ഷീണം ഉണ്ടാവും. കുറച്ചേരം ഉറങ്ങുക, എഴുന്നേൽക്കുക, വീണ്ടും ഓതുക, വീണ്ടും ഉറക്കം വന്നാൽ ലേശം നേരം കിടക്കുക, പിന്നെ എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, ദിക്ർ ചൊല്ലുക. ഇങ്ങനെ നമ്മൾ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. റമദാൻ 10 ദിവസങ്ങളിലുള്ള കൊല്ലത്തിൽ ഒന്ന് മാറ്റി വെച്ചൂടെ? അതല്ല ഈമാൻ ഇല്ലേ മുഅ്മിനീങ്ങളെ നമുക്ക്? അതിനുള്ള ഈമാൻ ഇല്ലേ വിശ്വാസികളെ നമുക്ക്? ഒരു 10 ദിവസം അല്ലാഹുവിന് വേണ്ടിയിട്ട്, നമ്മുടെ ഗുണത്തിന് വേണ്ടി ആ നന്ദി കാണിക്കുന്നുവോ അവൻ അവന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. ആരെങ്കിലും നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു തന്നെയാണ് സ്തുത്യർഹനാണ്. അള്ളാഹ് ഒന്നും സംഭവിക്കാനില്ല. അതിന്റെ കോട്ടവും നമുക്ക് തന്നെയാണ്. നന്ദി കാണിച്ചാൽ അതിന്റെ ഗുണവും നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ വന്നിരിക്കണം, പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. റമദാനിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റമദാനിന്റെ അവസാനത്തെ 10 അധികരിപ്പിക്കേണ്ട പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇത്തികാഫിരിക്കുമ്പോ ആയിഷ ബീവി ചോദിക്കുന്ന നബിയെ, എനിക്ക് അങ്ങനെ ലൈലത്തുൽ ഖദറാണെന്ന് തോന്നിയാൽ ഞാൻ എന്ത് പ്രാർത്ഥിക്കണം? അവിടെ നിന്ന് പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നക നിശ്ചയമായും നീ അഫൂൻ, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് നൽകണേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ഈ ഖുത്ബ കേട്ട ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ഇവരെ പ്രതിജ്ഞ ചെയ്യണം. ഈ റമദാനിന്റെ അവസാനത്തെ എനിക്ക് നഷ്ടാവില്ല, എനിക്ക് ലൈലത്തുൽ ഖദർ വേണം. അതുകൊണ്ട് ഞാനത് പ്രതീക്ഷിച്ച് പള്ളിയിൽ വരും, പള്ളിയിൽ വന്നിരിക്കും, പള്ളിയിൽ വന്നിരുന്ന് കരയണം, അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് കരയണം. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊലിപ്പിക്കുക, ഒറ്റക്കിരുന്ന് കരയുക. അവരാണ് അർശിന്റെ തണൽ ലഭിക്കുന്ന മറ്റൊരു വിഭാഗം. ഒറ്റക്കിരുന്ന്
ഇരുന്നിട്ട് കരയാൻ നമുക്ക് പറ്റോ? ആളെ കാണിക്കാനല്ല, ആളുടെ കൂട്ടത്തിലല്ല, ആരും കാണാതെ എന്റെ റബ്ബ് കാണാനായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയുടെ മൂലക്ക് ഇരുന്നിട്ട് പിഞ്ചു കുട്ടികളെ പോലെ ഏങ്ങി 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 കരയുകയാണ്. ഒറ്റക്കിരുന്ന് കരയുകയാണ്. പ്രവാചകൻ നോക്കുമ്പോ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഒരു ഏരിക്കരച്ചിൽ, ഒരു തേങ്ങല്, ഒരു വിങ്ങല് പ്രവാചകൻ കേൾക്കുകയാണ്. നോക്കുമ്പോൾ എന്താ, വാതിലിന്റെ പിന്നിൽ പോയി ഇരുന്ന് കരയുകയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എവിടെയാണ് അബൂബക്കർ? അബൂബക്കറും ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ. എന്നിട്ട് ഇരുന്ന് കരയാണ്. നമ്മൾ കരഞ്ഞു. ഈ റമദാൻ ഒരു രാത്രിയെങ്കിലും അള്ളാന്റെ മുന്നിൽ നിന്ന് കരയാൻ പറ്റിയത്. നമ്മുടെ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ, ഐസിയില്ല എന്ന് പറഞ്ഞാൽ, വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കരയില്ലേ? അള്ളാഹിനെ കുറിച്ചൊന്ന് ഓർത്ത് കരയാൻ. ഇതൊക്കെ നിങ്ങൾക്ക് തന്ന റബ്ബിനെ ഓർത്തൊന്ന് കരയാൻ. അർശിന്റെ തണൽ നമുക്ക് വേണ്ടേ സഹോദരങ്ങളെ? അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരയുന്ന കണ്ണുകൾ നരകത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം കറന്നെടുത്ത പാൽ അതിന്റെ അകിടിലേക്ക് തിരിച്ചു പോയാലും ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ പോലും അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ കണ്ണുകളാണോ നരകത്തിൽ പ്രവേശിക്കില്ല. ആ കണ്ണുകൾക്ക് നരകം ഹറാമാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനാണ് അവസാനത്തെ പത്താണ്. റമദാനിന്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ സുദിനങ്ങളാണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് വന്നേ പറ്റൂ. കൂടുതൽ സമയം പള്ളിയിൽ, റോട്ടിലല്ല, പുറത്തല്ല, അങ്ങാടിയിലല്ല, ജംഗ്ഷനിലല്ല, കൂട്ടുകാരത്തല്ല, വീട്ടിലല്ല, വരിക പള്ളിയിലേക്ക്. പള്ളിയിൽ വന്നിരിക്കുക, ഇവിടെ കിടക്കുക, ഇവിടെ നമസ്കരിക്കുക, ഓതുക, ഖിയാമുൽ ലൈൽ നമസ്കാരം നിർവഹിക്കുക. ഇങ്ങനെ ഈ റമദാനിന്റെ രാത്രിയെ ജീവിപ്പിക്കാൻ വീട്ടുകാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി അരയുടുപ്പ് മുറുക്കി ഇബാദത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിന്റെ സമയവുമായി നമ്മുടെ ഇബാദത്തുകൾ ഒത്തുവരാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يزال يستجاب لعبد ما لم يدع بإثم أو خطيئة رحم ما لم يستعجل به. قيل يا رسول الله وما الاستعجال؟ فقال يقول قد دعوت وقد دعوت لم أرى يستجيب لي فيستحسر عند ذلك ويدعو الدعاء. رواه مسلم. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച സുദീർഘമായ ഒരു ഹദീസാണ് നിങ്ങളെ കേൾപ്പിച്ചത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم لا يزال يستجاب لعبد. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ, ഒരു അടിമ, ആ അടിമക്ക് ഉത്തരം കിട്ടിക്കൊണ്ടേയിരിക്കും. ഉത്തരം കിട്ടുമെന്നല്ല, അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴൊന്ന് സ്വപ്പൊന്ന് ഫില്ല് ചെയ്തിരിക്കുക. ഇത് ഞാൻ ഒന്നാമത്തെ ഖുതുബയിൽ പറയണമെന്ന് വിചാരിച്ച ആ ഖുതുബയുടെ വിഷയത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിന്റെ ഇടയിൽ പറയാറ്. നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. കാരണം ആദ്യം വരുന്ന കുറെ ആളുകളുണ്ട്. ബാക്കിലൊക്കെ ചാരിയിരിക്കുന്നവരൊന്നും അവസാനം വന്നതല്ല, ആദ്യം വന്നത് ചെറുപ്പക്കാരെ തന്നെ തണ്ടും തടിയൊക്കെ ഉള്ള മനുഷ്യന്മാരാണ്. സങ്കടം വരും. കുട്ടികളടക്കം ബാക്കിൽ കൂട്ടി ചാരി. പിന്നീട് വരുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റാതെ വരുന്നു. ഇവിടെ കയറാൻ സ്ഥലമില്ലാതെ വരുന്ന ആളുകൾ മുകളിലേക്ക് പോകുന്നു. നിസ്കാര സമയത്ത് പിന്നെ ഇവിടെ ഗ്യാപ്പ് വരുന്നു. ഇതൊക്കെ എത്ര തവണ പറഞ്ഞതാ. മനുഷ്യന്മാരോടല്ലേ പറയുന്നത്? കാതുകൊണ്ട്, ഹൃദയം കൊണ്ട് നിങ്ങളൊന്നും കേൾക്കണില്ലേ? ഈ പറയുന്നതെല്ലാം ഖുർആനും ഹദീസാണ്. അല്ലാതെ എന്റെ അഭിപ്രായമല്ല, കമ്മിറ്റിക്കാരുടെ തീരുമാനമല്ല. പള്ളിയിൽ വന്നാൽ അതിനൊക്കെ ഒരു അതമുണ്ട്. നേരത്തെ കാലത്തൊക്കെ വരിക, സൊഫായിട്ടിരിക്കുക, ഓരോ സൊഫ് ഫില്ല് ചെയ്തിരിക്കുക. ആദ്യം വരുന്ന ആളുകൾ പിന്നീട് പോയി
പോയിരുന്നാല് മുന്നിൽ ഗ്യാപ്പ് വന്നാല് പിന്നീട് വരുന്ന ആളുകൾ ഇങ്ങനെ ചാടിക്കടന്ന് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. ഇതൊക്കെ പ്രവാചകൻ വിലക്കിയാണ്. എന്നാൽ പ്രായമായ ആളുകളുണ്ട്, രോഗികളായ ആളുകളുണ്ട്, വയസ്സായ ആളുകളുണ്ട്. അവർക്ക് ചിലപ്പോൾ കഴിയില്ല, ചാരിയിരിക്കേണ്ടി വരും, കസേരയിൽ ഇരിക്കേണ്ടി വരും, മൂലക്ക് എവിടെയെങ്കിലും മതല്ല സൈഡിൽ ഇരിക്കേണ്ടി വരും. അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അവരെ പരിഗണിക്കുന്നുണ്ട്. അതല്ലാതെ ഈ ചെറുപ്പക്കാരൊക്കെ ജുമാക്ക് വന്നിട്ട് അതും റമളാനിലൊക്കെ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. ഏത് പള്ളിയിൽ പോയാലും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഉത്സവ കേട്ടാൽ ഒരു മാറ്റം ഉണ്ടാവണം. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങളോട് വസിയത്ത് ചെയ്യാം. അപ്പൊ പ്രവാചകൻ പറയാം, ഒരു അടിമയുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിക്കൊണ്ടേയിരിക്കും. അവൻ ദുആ ചെയ്യാത്തിടത്തോളം കാലം. എങ്ങനെ? ഒരു അടിമയുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിക്കൊണ്ടേയിരിക്കും അവൻ ദുആ ചെയ്യാത്തിടത്തോളം കാലം. പാപത്തിനു വേണ്ടി, കുടുംബബന്ധം മുറിക്കുന്ന വിഷയത്തിൽ. അപ്പൊ ഒരാൾ പ്രാർത്ഥിക്കുന്നത് പാപത്തിന് വേണ്ടിയാകരുത്, പാപം ചെയ്യാനാകരുത്. താൻ ചെയ്യാൻ പോകുന്ന, താൻ നടത്താൻ പോകുന്ന പ്ലാനിങ്, പദ്ധതി അതൊരു പാപമാണെങ്കിൽ, തെറ്റാണെങ്കിൽ, കുറ്റമാണെങ്കിൽ അവർ ഉത്തരം കിട്ടൂല. ഇങ്ങനെ പാപത്തിന് വേണ്ടിയാകരുത് ഒരാൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ കുടുംബബന്ധം മുറിക്കുന്ന വിഷയത്തിന് വേണ്ടിയാകരുത്. കുടുംബബന്ധം മുറിക്കാനൊന്നും പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ ആവശ്യമുണ്ടല്ലോ. അവന്റെ സിംഹാസനത്തിന് പോലും വിളക്കം തട്ടുന്ന അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ അള്ളാഹ് ഏറ്റവും ഉറപ്പുള്ള സംഗതിയാണ് ബന്ധം വിച്ഛേദിക്കാനുള്ളത്. അള്ളാഹു കൂട്ടി യോജിപ്പിച്ച ബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു കളയരുത്. ഇസ്ലാം വലിയ സ്ഥാനം നൽകി. അപ്പൊ ഒരാൾ കുടുംബബന്ധം മുറിക്കുന്ന വിഷയത്തിലും പാപത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാതിരിക്കുന്നിടത്തോളം കാലം, ഇതല്ലാത്ത ഏത് കാര്യത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചാലും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ഇസ്തിഅജാൽ കാണിക്കാൻ പാടില്ല. പ്രവാചകൻ ചോദിക്കപ്പെട്ടു, നബിയേ എന്താണ് ഇസ്തിഅജാൽ എന്ന് പറഞ്ഞാൽ? ഫഖാല, അവിടുന്ന് പറഞ്ഞു, പ്രവാചകൻ പറയുന്നത്, യഖൂലു, ഒരു മനുഷ്യൻ പറയും, ഖദ് ദഅഉതു വഖദ് ദഅഉതു, ഞാൻ പ്രാർത്ഥിച്ചു ലമാ യസ്തജീബു ലി, എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഞാൻ കുറെ കാലമായി അല്ലാഹുവോട് ചോദിക്കണം, നല്ലൊരു ജോലി ശരിയാൻ വർഷങ്ങളായി ചോദിക്കുന്നത് ശരിയാവണില്ല, അല്ലെങ്കിൽ എന്റെ വീടിന്റെ പണി കഴിയുന്നില്ല, എന്റെ മോൾക്ക് ഒരു നല്ല കല്യാണക്കാരി കിട്ടുന്നില്ല, എന്റെ മോന്റെ സുഖേട് മാറുന്നില്ല. ഞാൻ കുറെ കാലമായി അല്ലാഹുവോട് ചോദിക്കണം, ഇങ്ങനെ പ്രാർത്ഥിച്ച് ചോദിച്ച് എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരക്ക് കൂട്ടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയോ അവൻ ചോദിച്ച് അതിനെ സംബന്ധിച്ച് നിരാശനായി അവസാനം ഉപേക്ഷിക്കും. ഇതാണ് ഇസ്തിജാൽ. ഇത് പാടില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പല വിധത്തില. ചിലപ്പോ നമ്മൾ ചോദിച്ചാൽ ഉടനടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം തരും. ചിലപ്പോ നമ്മൾ ചോദിച്ചാൽ ആ ചോദിക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഭവിഷ്യത്ത് വരാനുണ്ടോ നമ്മളത് അറിയണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാറ്റിയിട്ട് പകരം വേറെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് തരും. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി നമ്മൾ അറിഞ്ഞില്ല. അതല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു ദുരന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിപ്പറയും. ഇനി അതുമല്ലെങ്കിലോ ദുനിയാവിൽ നമ്മൾ ചോദിക്കുമ്പോൾ അത് തരാതെ പിടിച്ചു വെച്ച് പരലോകത്ത് വമ്പിച്ച പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരും. അവൻ വിശ്വാസിക്ക് നിരാശയില്ല, അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരിക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, നിരാശ വേണ്ട. നിരാശ ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. നമുക്ക് വേണ്ടത് പ്രതീക്ഷയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധ റമദാനിൽ അവസാനത്തെ 10 ദിവസം പള്ളിയിൽ വന്ന് നമ്മൾ ഇരിക്കുമ്പോൾ രാത്രിയുടെ അന്ത്യയാമം വിശ്വാസികൾ എല്ലാവരും ഉറങ്ങുന്ന വിശ്വാസികൾ എഴുന്നേറ്റ് വന്നു. രാത്രിയുടെ അന്ത്യയാമത്തിൽ എന്തിനാണെന്നറിയോ? പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. പ്രവാചകരോട് ചോദിക്കണം, ഏറ്റവും കൂടുതൽ അല്ലാഹു കേൾക്കുന്ന അഥവാ പെട്ടെന്ന് അല്ലാഹു ഉത്തരം തരുന്ന പ്രാർത്ഥന ഏതാ? അവിടുന്ന് പറഞ്ഞു, രാത്രിയുടെ അന്ത്യയാമത്തിൽ നീ നടത്തുന്ന പ്രാർത്ഥന. എല്ലാവരും ഉറങ്ങുകയാണ്. സുബഹിക്ക് മുമ്പുള്ള സമയമാണ്. 2 മണി 3 മണി 4 മണി സമയമാണ്. ആ രാത്രിയുടെ 1/3 ബാക്കിയാകുമ്പോ ആ സമയത്ത് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന വളരെ വേഗത്തിൽ ഒരു തടസ്സവുമില്ലാതെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പോകുന്ന സമയമാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ പ്രവാചകൻ പറയുകയാണ്, അയ്യുഹന്നാസല്ലയോ മനുഷ്യരെ, അഫ്സുസ്സലാം, നിങ്ങളുടെ സലാമിനെ പരത്തുക, വ്യാപിപ്പിക്കുക, വ്യാപകമായി നിങ്ങളുടെ സലാം ചൊല്ലുക. അതുപോലെ തന്നെ വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ
കൊടുക്കുക, പാവങ്ങൾക്ക് തിന്നാൻ കൊടുക്കുക, രാത്രി നിങ്ങൾ നമസ്കരിക്കുക. എപ്പോ ജനങ്ങൾ ഉറക്കത്തിലാകുമ്പോ എല്ലാവരും ഉറങ്ങുമ്പോൾ എണീറ്റ് നിങ്ങൾ നിസ്കരിക്കണം. ആ സമയത്തിന് പ്രത്യേകതയുണ്ട്. വേറൊരു ഹദീസ് കൂടി കേൾപ്പിച്ചുതരാം. ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന ഹദീസാണ്. എന്താണെന്നറിയോ? അല്ലാഹു പറയാ, യൻസിലു റബ്ബുനാ തബാറക വ തആല ഫീ കുല്ലി ലൈലത്തിൻ ഇലാ സമാഇ ദുനിയാ ഹീന യബ്ഖാ തുലുസുൽ ലൈലിൽ അഖീർ. ഉന്നതനും മഹാനും അനുഗ്രഹപൂർണ്ണനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയാകുമ്പോ നിങ്ങൾ കാണുന്ന ദുനിയാവിന്റെ ആകാശം, അഥവാ റോട്ടിലിറങ്ങിയിട്ട് മേപ്പോട്ടൊക്കെ കാണുന്ന ആകാശം, അതാണ് ഒന്നാം ആകാശം, ദുനിയാവിന്റെ ആകാശം. അവ ഏഴാം ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയാകുന്ന സമയം, നിശാന്ത്യ സമയം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും മനസ്സിലാക്കണോ, ഏഴാം ആകാശത്തിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ കൂർക്കം വലിച്ചു തുടങ്ങുന്ന സമയം. കാരണം എന്താ? നമ്മൾ രാത്രി തറാവിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് 11 മണിയായി ഭക്ഷണം കഴിച്ച് ഭയങ്കര ചൂടായിരിക്കും, ഉറങ്ങാൻ കഴിയുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു കുളിര് തോന്നുന്നത് എപ്പോഴാണ്? പൊതുവെ നമ്മൾ പോയി കിടക്കുമ്പോ നമുക്ക് ചൂടുണ്ടെങ്കിൽ ആ ചൂടൊക്കെ മാറി ആ ക്ലൈമറ്റ് ചെറിയൊരു കുളിര് പോരുന്ന സമയം അതുകൊണ്ടൊന്ന് ആലോചിക്കാം. ഇനി രാത്രി ഉറങ്ങാൻ നേരത്ത് പുതപ്പ് ആവശ്യമില്ലാത്ത മനുഷ്യരാണെങ്കിലും അവര് പുതപ്പ് ആവശ്യമായി വരുന്ന സമയം ഏതാ? 3 മണി 4 മണി സമയമാണ്. അന്തരീക്ഷത്തിൽ ഒരു തണുപ്പ് നമുക്ക് തോന്നൂലേ? നിങ്ങൾ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഒരു തണുപ്പ് തോന്നും. മഴ പെയ്തിട്ടാ അല്ല, മഞ്ഞത്തായിട്ടാ അല്ല. ആ സമയം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സട്ടാവ് മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഏഴാം ആകാശത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. ആ സമയത്തൊക്കെ എഴുന്നേറ്റ് വരണമെങ്കിൽ നല്ല ഇമാമാണ്, നല്ല ഉറച്ച ഇമാമാണ്. നാവിലല്ല, വർത്താനത്തിലല്ല, ഇവിടെ കൽബിൽ. ആ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വന്നിട്ട് എന്താ പറയുന്നറിയോ? എന്താ പറയുന്നത്? ഫയഖൂലു, അല്ലാഹു വിളിച്ചു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുകയാണ്, യൻസിലു റബ്ബുനാ തബാറക വ തആല ഫീ കുല്ലി ലൈലത്തിൻ ഇലാ സമാഇ ദുനിയാ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ ഫഖാല മയ്യദുനി ഫഅസ്തജീബ ലഹു. ആരെങ്കിലും എന്നോട് ദുആ ചെയ്താൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കുന്നതാണ്. വമൻ യസ്അലുനി, ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഫഉതിയഹു, ആ ചോദിച്ച കാര്യം ഞാൻ അവന് കൊടുക്കുന്നതാണ്. വമൻ യസ്തഗ്ഫിറുനി, ആരെങ്കിലും എന്നോട് പാപമോചനം തേടിയാൽ ഫഅഗ്ഫിർ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹു നമുക്ക് വേണ്ടി ഏഴാം ആകാശത്തിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് അല്ലാഹു വിളിച്ചു പറയാ, ചോദിക്ക്, നിനക്ക് ഉത്തരം തരാം. നീ പ്രാർത്ഥിക്ക്, നിന്റെ ആവശ്യം നിറവേർത്തരാം. നീ പാപമോചനം തേടി, ഞാൻ നിനക്ക് പുറത്തുതരാം. എന്നാൽ അല്ലാഹു ഇങ്ങോട്ട് വിളിച്ചു പറയുമ്പോ ഒന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർ സഹോദരങ്ങളെ, പ്രാർത്ഥന നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ്. ബദറിന്റെ മണ്ണിൽ വിശ്വാസികൾക്കുണ്ടായ വിജയം പ്രാർത്ഥനയാണ്. ഇന്ന് നമുക്കറിയാം, ഫലസ്തീനിന്റെ മണ്ണിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ട് റബ്ബിനോട്, നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. എത്രമാത്രം ഭീതിജനകമായ അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ശക്തമായ കൊടും ഭീകരതയാണ് ഇന്ന് നമ്മളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ വിഷയങ്ങളിൽ നമുക്ക് നീതി കിട്ടാതെ പോയി, നാം അടിച്ചമർത്തപ്പെടുന്നു. ഫലസ്തീനിന്റെ മണ്ണിൽ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, 75 കൊല്ലമായി അവിടെയുള്ള പിഞ്ചു മക്കളുടെ നേരെ പോലും വെടിയുതിർത്ത് മരിച്ചു കിടക്കുന്ന, മയ്യിത്തായി കിടക്കുന്ന ആ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളുടെ വിശ്വാസികളുടെ ശരീരത്തിലൂടെ വലിയ ട്രക്കുകൾ കയറ്റി ഇറക്കാൻ പോലും ഒരു മടിയും കാണിക്കാത്ത കാട്ടാളന്മാർ, നരാധമന്മാർ ഗസയുടെ മണ്ണിൽ ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മയ്യത്തിനോട് പോലും ഒരു തരി പോലും ഒരു അലിവ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. ജൂതന്റെ മയ്യത്ത് കണ്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോഴും പ്രവാചകൻ കരഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകൻ പറഞ്ഞു, ഞാനൊരു പ്രവാചകനായി ഇവിടെ ജീവിച്ചിരിക്കുമ്പോ
ഇസ്ലാമിന്റെ സന്ദേശം മനസ്സിലാക്കാതെ നരകത്തിന്റെ മനുഷ്യനായി അയാൾ മരിച്ചുപോയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് ജൂതന് വേണ്ടി കരഞ്ഞ ഒരു പ്രവാചകൻ. ജൂതന്റെ മയ്യത്ത് കണ്ടപ്പോഴും എഴുന്നേറ്റ് നിന്ന് ആദരിച്ച പ്രവാചകൻ. ഇന്ന് ഫലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു കിടക്കുമ്പോ അവരെ ചവിട്ടി അരച്ച് തേച്ച് അവരുടെ മുകളിലൂടെ പോലും വണ്ടികൾ ഓടിച്ചു പോകാൻ വലിയ ബുൾഡോസർ കൊണ്ടുവന്ന മയ്യത്തിനെ പോലും അങ്ങേറ്റം അനാദരവ് കാണിക്കുന്ന ദയനീയമായ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിരാശ വേണ്ട. പലരും ചോദിക്കും എത്ര മാസമായി എത്ര കൊല്ലായി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. പ്രവാചകന്റെ മുന്നിൽ വന്ന് സ്വഹാബത്ത് സങ്കടം വന്നു. നബിയെ സഹിക്കാൻ പറ്റണില്ല. ഇസ്ലാമിലെ ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടി. കണ്ടില്ലേ ഞങ്ങളുടെയൊക്കെ ശരീരം? എത്രയോ സഹാബിമാരെ മരുഭൂമിയിലൂടെ വലിച്ചെടുത്തു. അവരുടെ ശരീരം വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കി, അതിൽ കനലുകൾ ഉണ്ടാക്കി. ആ കനലുകളുടെ മുകളിൽ കൊണ്ടുപോയി അവരെ മലർത്തിക്കിടത്തി. അവരുടെ ശരീരത്തിന്റെ എല്ല് മാത്രമായി മാംസം കത്തിക്കരിഞ്ഞുപോയി. അബ്ബാബിന്റെ മുതുകത്ത് നിന്ന് ആ ഷോൾ ഒന്ന് മാറ്റിയാൽ വലിയ ദ്വാരങ്ങളായിരുന്നു എന്നാ ചരിത്രം പറയുന്നത്. ഇത്രയേറെ അവർ പീഡിപ്പിക്കപ്പെട്ടു. പലരും കൊല ചെയ്യപ്പെട്ടു. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് സ്വഹാബത്ത് നബിയെ സഹിക്കാൻ പറ്റുന്ന പ്രാർത്ഥിക്കണം. പ്രവാചകൻ പറയാ നിങ്ങൾ തിരക്കൂട്ടരുത്. നോക്ക്, നിങ്ങൾ ഇത്രയും പീഡനത്തിനിരയായ ആളുകളോട് ആ പ്രവാചകൻ പറയുന്നത് തിരക്ക് കൂട്ടല്ലേ. ഇതിലും വലുത് മുൻഗാമികൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതിലും വലുത് സുബ്ഹാനല്ലാഹ്. വലിയ തീക്കുണ്ടാറുണ്ടാക്കി അതിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. അവരെ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവരുടെ തല മുതൽ കാല് വരെ വലിയ ഈർച്ചവാൾ കൊണ്ടുവന്ന് അവരുടെ ശരീരത്തെ രണ്ട് പിളർപ്പായി പിളർത്തി കളഞ്ഞു. അവരുടെ ശരീരത്തിൽ നിന്ന് ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്ന് മാംസം വാർന്നെടുത്തു. പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വാസികളെ നമുക്ക് പീഡനങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. നമ്മൾ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തണം. എന്റെ പ്രാർത്ഥന നാം സ്വീകരിക്കുന്നില്ലല്ലോ എന്ന നിരാശ നമുക്കൊരിക്കലും പാടില്ല. പള്ളിയിൽ വന്ന് നിലയിലെത്തുന്ന തലങ്ങൾ പ്രതീക്ഷിക്കുമ്പോ നമ്മുടെ പ്രാർത്ഥനയിൽ ഫലസ്തീനിന്റെ മക്കൾ ഉണ്ടാകണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.